രോഹിത് ശർമ്മയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എവിടെ നിന്നൊക്കെയാണ് ഈ ചങ്ങായി ഉയർത്തെണീറ്റ് വരുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എല്ലാവരും തള്ളിക്കളഞ്ഞു, നമ്മളടക്കം എല്ലാവരും ഇദ്ദേഹത്തിന് എഴുതി തള്ളി. തള്ളാൻ കാരണം വെറുതെ ഒന്നുമല്ല, ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹം ODI കളിക്കാൻ വരുന്നു. ഈ സീരീസിലെ ആദ്യ ഏകദിനത്തിൽ വിരകി കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 8 റൺസിൽ ഔട്ടായി. രണ്ടാമത്തെ ഏകദിനത്തിലും റൺസ് എടുത്തെങ്കിലും ആദ്യത്തെ ഒരു 10 ഓവറിൽ അദ്ദേഹം ഞെട്ടിവിറയ്ക്കുന്ന, അതായത് ബാറ്റിൽ ബോൾ കൊള്ളാത്ത ഒരവസ്ഥയ്ക്ക് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ഹേസൽവുഡിന്റെ ബോൾ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നട്ടം തിരിയുന്നത് കണ്ടു. പിന്നീട് അത് പിക്കപ്പ് ചെയ്ത് പുള്ളിയെ 73 അടിച്ചു. അപ്പൊ നമുക്ക് എന്നാലൊരു ആത്മവിശ്വാസം തോന്നില്ലേ, ഇയാളെയൊക്കെ വേൾഡ് കപ്പിലേക്ക് ചുമന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു ബാധ്യതയാവൂലേ, SSC ജയ്സ്വാളൊക്കെ മിന്നും ഫോമിൽ പുറത്തിരിക്കുമല്ലേ. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു മറുപടി, അദ്ദേഹത്തിനെ വിമർശിച്ചവരെ എല്ലാവരെയും നമ്മുടെ അടക്കം വായടപ്പിച്ചുകൊണ്ടാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഇന്നിങ്സ്. ആ ഇന്നിങ്സിലൂടെ അദ്ദേഹം സ്വന്തമാക്കിയ റെക്കോർഡുകൾ ഈ സീരീസിൽ മറ്റാർക്കും സാധിച്ചിട്ടില്ലാന്ന്. റെഗുലർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നവർക്കും സാധിച്ചിട്ടില്ല. 2020 ടെസ്റ്റും എല്ലാം ഈ കഴിഞ്ഞ ആഴ്ച വരെ കളിച്ച ആൾക്കാർക്ക് തകർക്കാൻ പറ്റാത്ത നേട്ടമാണ് അദ്ദേഹം ഈ സീരീസിൽ